നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച 54-കാരന് 14 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വധശ്രമ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളിയെ വരന്തരപ്പിള്ളിയിൽ നിന്നും പിടികൂടി റിമാൻഡ് ചെയ്തു. മാപ്രാണത്തെ വീട്ടുകിണറ്റിലകപ്പെട്ട പാമ്പുകൾ പരിഭ്രാന്തി പരത്തി. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ പെട്ടി ഓട്ടോ ഇടിച്ച് പ്രഭാത നടത്തത്തിനിറങ്ങിയ ആൾ മരിച്ചു. പെരിങ്ങനത്ത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേർക്ക് ആക്രമണം. AKG ബ്രാഞ്ച് ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത്. വിശദമായ വാർത്തയിലേക്ക്. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച 54-കാരന് 14 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ഉത്തരവിട്ടു. ഏങ്ങണ്ടിയൂർ ചേറ്റുവ പുതിയ വീട്ടിൽ റഷീദിനെയാണ് പോക്സോ കേസിൽ കോടതി ശിക്ഷിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 7 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2023 സെപ്റ്റംബർ 1-നും ഒക്ടോബർ 23-നും മധ്യേയാണ് കേസിനാസ്പദമായ സംഭവം. SI-മാരായ അനിൽകുമാർ, സെസിൽ ക്രിസ്ത്യൻ രാജ് എന്നിവർ അന്വേഷണം നടത്തുകയും SHO വിപിൻ K വേണുഗോപാൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. വധശ്രമ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളിയെ വരന്തരപ്പിള്ളിയിൽ നിന്നും പിടികൂടി റിമാൻഡ് ചെയ്തു. പോട്ട സ്വദേശി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ വിൽസൺ എന്നയാളുടെ കടയിൽ നിന്ന് രാത്രിയിൽ സോഡ ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താൽ വാളും ഇരുമ്പുവടിയുമായി വിൽസന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വാതിൽ പൊളിച്ച് വിൽസനെയും മകനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മുങ്ങി നടന്നിരുന്ന പിടികിട്ടാപ്പുള്ളി നിരവധി കേസുകളിൽ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ ചാലക്കുടി പോട്ട പനമ്പിള്ളി കോളേജ് മുത്രത്തിപ്പറമ്പിൽ വീട്ടിൽ ഭാഷ എന്ന് വിളിക്കുന്ന നിഷാദ് എന്നയാളെ വരന്തരപ്പിള്ളിയിൽ നിന്നും തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കേസിൽ കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് വിചാരണ നടപടികളിൽ സഹകരിക്കാതെ ഒളിവിൽ പോയതിനെ തുടർന്ന് പ്രതിയെ പിടികൂടുന്നതിനായി കോടതി പിടികിട്ടാപ്പുള്ളി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഈ വാറണ്ട് പ്രകാരമാണ് പ്രതിയെ വരന്തരപ്പിള്ളി പൌണ്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന വാടക വീട്ടിൽ നിന്നും പിടികൂടിയത്. മാപ്രാണത്തെ വീട്ടുകിണറ്റിലകപ്പെട്ട പാമ്പുകൾ പരിഭ്രാന്തി പരത്തി. ബുധനാഴ്ച ഉച്ചയോടെയാണ് മാപ്രാണം ബ്ലോക്ക് ഓഫീസിന് സമീപം തെക്കോട്ട് ഷാജുവിന്റെ കിണറ്റിലകപ്പെട്ട നിലയിൽ 2 പാമ്പുകളെ കണ്ടെത്തിയത്. വലിയ നീളത്തിലുള്ള മൂർഖൻ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളാണ് കിണറ്റിലുണ്ടായിരുന്നത്. വീട്ടാവശ്യത്തിനും മറ്റും വെള്ളം ഉപയോഗിക്കുന്ന കിണറ്റിലാണ് പാമ്പുകളെ കണ്ടെത്തിയത്. പഴയ രീതിയിലുള്ള കിണറിന്റെ അടിഭാഗത്ത് പാമ്പുകൾക്ക് കയറിയിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുള്ളതിനാൽ ഇവയെ പിടികൂടാൻ ഏറെ പ്രയാസമായിരുന്നു. വാർഡ് കൌൺസിലർ ലേഖ ഷാജിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പാമ്പുകളെ പിടികൂടുന്നതിനായി ഫോറസ്റ്റ് റെസ്ക്യൂ ടീമിനെ വിവരമറിയിച്ചു. ടീം അംഗങ്ങളായ ദിനേശനും ലിജോയും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ അതിസാഹസികമായാണ് പാമ്പുകളെ പിടികൂടി ഭീഷണി അകറ്റിയത്. പാമ്പുകളെ പിന്നീട് കാട്ടിൽ തുറന്നുവിടും. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ പെട്ടി ഓട്ടോ ഇടിച്ച് പ്രഭാത നടത്തത്തിനിറങ്ങിയ ആൾ മരിച്ചു. വാടാനപ്പള്ളി മാസ്റ്റേഴ്സ് ഹാളിന് സമീപം കിഴക്കൻ വീട്ടിൽ സുധനാണ് മരിച്ചത്. പുലർച്ചെ 5:30 വാടാനപ്പള്ളി തൃശൂർ റൂട്ടിലെ നടുവിൽക്കര പാലത്തിനടുത്തായിരുന്നു അപകടം. സുഹൃത്തുമൊത്ത് നടക്കാൻ ഇറങ്ങിയതായിരുന്നു സുധൻ. ഇതിനിടെ തൃശൂരിലേക്ക് ഫ്രൂട്ട്സ് എടുക്കാൻ തളിക്കുളം ഭാഗത്തുനിന്നും പുറപ്പെട്ട പെട്ടി ഓട്ടോ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെരിങ്ങനത്ത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേർക്ക് ആക്രമണം. AKG ബ്രാഞ്ച് ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത്. കൊറ്റുംകുളം വാട്ടർ ടാങ്കിന് സമീപത്തെ ഓഫീസിന് നേർക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ആക്രമണം. ഓഫീസിൽ അതിക്രമിച്ച് കയറിയവർ ഫർണിച്ചറുകളും മറ്റും നശിപ്പിച്ചു. കസേരകൾ സമീപത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ.
നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 1080 രൂപ കൂടി ഗ്രാമിന് 16,395 രൂപ, പവന് 1,31,160 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച 54-കാരന് 14 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വധശ്രമ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളിയെ വരന്തരപ്പിള്ളിയിൽ നിന്നും പിടികൂടി റിമാൻഡ് ചെയ്തു. മാപ്രാണത്തെ വീട്ടുകിണറ്റിലകപ്പെട്ട പാമ്പുകൾ പരിഭ്രാന്തി പരത്തി. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ പെട്ടിയോട്ടോ ഇടിച്ച് പ്രഭാത നടത്തത്തിനിറങ്ങിയ ആൾ മരിച്ചു. പെരിങ്ങനത്ത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേർക്ക് ആക്രമണം. AKG ബ്രാഞ്ച് ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 9:30-നും 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.